ആളുകളെ കരയിക്കുകയാണ്. എത്ര പേര് വന്നിട്ട് ആ സങ്കടം. മകളുടെ കല്യാണം നടത്താൻ പറ്റുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ഒരു ലോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല പാവങ്ങൾക്ക്. ഞങ്ങൾ വന്നാൽ ഉടൻ തന്നെ സിൽവർ ലൈനിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി ഡീനോട്ടിഫൈ അത് അവർക്ക് തിരിച്ചു കൊടുക്കും. കേരള ബാങ്കിൻ്റെ കാര്യം ഉറപ്പായിട്ട് പുനഃപരിശോധിക്കും. കാരണം എന്താണെന്ന് അറിയുക, ലാഭത്തിലായ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലാക്കിയ സംസ്ഥാന ബാങ്കിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇപ്പോൾ കരുവന്നൂരിലും ഒരുപാട് ബാങ്കുകളിലും പ്രശ്നമുണ്ടായി. കേരള ബാങ്കിൻ്റെ പ്രശ്നം എന്താ? കേരള ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ കക്ഷത്തിലാണ് ഇരിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ അനുമതി ഇല്ലാതെ കേരള ബാങ്കിന് ഒരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല. തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കരുവന്നൂരിൽ ബാങ്കിലെ പ്രശ്നം ഉണ്ടായപ്പോൾ 48 മണിക്കൂറിനകം നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടിയത്. ഞങ്ങൾ സഹകരണ രംഗത്ത് നിക്ഷേപ ഗ്യാരണ്ടി കൊണ്ടുവരാൻ പോവാം. മറ്റേ ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ് ബാങ്കിലും ഉള്ളതുപോലെ നിക്ഷേപകർക്ക് പരിധിയില്ലാതെ 1 കോടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 കോടിക്ക് നിക്ഷേപ ഗ്യാരണ്ടി, അതിന് ഞങ്ങളൊരു കോർപ്പസ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിക്ഷേപ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക. കാരണം ഇല്ലെങ്കിൽ സഹകരണ മേഖല വിഡ്രോവലാണ്. സഹകരണ മേഖല തകർന്നു പോയാൽ കേരളത്തിൻ്റെ ഇക്കോണമി തകരും. അപ്പോൾ അതിന് ഞങ്ങളത് ചെയ്യും. കിഫ്ബിയുടെ കാര്യം ഞങ്ങൾ പുനഃപരിശോധിക്കും. കാരണം ഒറ്റയടിക്ക് ഒരു പുതിയ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? കമ്മിറ്റ്മെന്റ്സ് അല്ലേ. കടമെടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ട് കടമെടുത്തിട്ട് നാളെ ഞങ്ങൾ ഇത് തരില്ല എന്നൊരു പുതിയ ഗവൺമെന്റ് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങളത് റീവിസിറ്റ് ചെയ്യും. എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. കിഫ്ബി ഒരു പ്രയോജനമില്ലാത്ത സ്ഥാപനമായി മാറി. ഗവൺമെന്റിന് പരസ്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി മാത്രമായിട്ട് കിഫ്ബി മാറി. കടം മേടിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കിഫ്ബി വഴി കൊടുക്കുക. കിഫ്ബി എന്തിനാ പരസ്യം കൊടുക്കേണ്ട കാര്യം? സർക്കാരിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പരസ്യങ്ങളും കിഫ്ബിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ ബാധ്യത കൂടി സർക്കാരിൻ്റെ തലയിൽ വെച്ചിരിക്കുക. അതൊന്നും നടക്കില്ല. അതൊക്കെ എക്സ്ചക്കറിൽ നിന്നുള്ള ലീക്കേജാണ്. ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ റിവൈസ് ചെയ്യും. പറഞ്ഞില്ലേ, പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടാവും. റിവൈസ് ഇപ്പൊ പോണ പോലെ പോവില്ല. അതിന് പൈസ കൂട്ടും. അതപ്പം ആലോചിക്കും. അല്ലെന്ന് എന്നിട്ട് ഇതിപ്പോൾ വാർത്ത കൊടുക്കാനാണ്. ലൈഫ് മിഷൻ ഉപേക്ഷിക്കും, ഇനി വീടുണ്ടാവില്ല എന്ന് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. മറ്റേ കുത്തിത്തിരിപ്പ് ചോദ്യമാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ്. പറഞ്ഞ വേറെ എന്തെങ്കിലും ചോദിച്ചു? അല്ല, അതിന് നമുക്ക് പലതരത്തിലുണ്ട്. ഇപ്പോൾ 600ഓളം കർവുകളുണ്ട് കേരളത്തിലെ റെയിൽവേ ലൈന്. ആ കർവുകൾ നികത്തുമ്പോൾ സ്പീഡ് കുറെ കൂടും. രണ്ടാമത്, ഇപ്പോൾ ഉള്ള റെയിൽവേ ലൈനിന്റെ പ്രോപ്പർട്ടിയോട് തന്നെ ചേർന്ന് വേണമെങ്കിൽ സ്ഥലം എടുക്കാം, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് തന്നെ ഒരു സ്പെഷ്യൽ കോറിഡോർ ഉണ്ടാക്കാം. മറ്റത് അങ്ങനെയല്ലല്ലോ. 300 കിലോമീറ്റർ 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ്, 200 കിലോമീറ്റർ നീളത്തിൽ 2 സൈഡിലും 10 അടി ഉയരത്തിൽ മതില്. അപ്പൊ മഴക്കാലം ആകുമ്പോൾ ട്രെയിൻ ഓടിക്കുക, ബോട്ട് ഓടിക്കായിരുന്നു. സാർ, നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ട് ഇവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെങ്കിലും ചോദിക്കാൻ? നമ്മളെ നാട് ഒത്തിരി മാറി. പുതിയ തലമുറ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്ത് ഒരു കാലത്തേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാണുന്ന പട്ടികയിൽ ഒരിടത്തും ഡിജിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഇപ്പൊ പോയ ഒരു ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം പോലും ഇല്ല, UPI പേയ്മെന്റ് സംവിധാനം പോലും ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മുൻതൂക്കം നൽകുന്ന എന്തെങ്കിലും പദ്ധതികൾ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് അത് ഹെൽത്തിലും ഇൻഡസ്ട്രിയിലും സ്റ്റാർട്ടപ്പിലും ബ്യൂറോക്രസിയിലും എല്ലാം ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ.